ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 37 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 38-ാമത്തെ ശ്ലോകം നോക്കാം. വിഷയേന്ദ്രിയ സംയോഗാത് തദഗ്രേ അമൃതോപമം പരിണാമേ വിഷമിവ തൽസുഖം രാജസംസ്മൃതം. വിഷയേന്ദ്രിയ സംയോഗാൽ, വിഷയങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും പരസ്പര ചേർച്ച കൊണ്ട്, സംയോഗം കൊണ്ട്, യത് തത് യാതൊരു സുഖം, അഗ്രേ തുടക്കത്തിൽ, അമൃതോപമം അമൃത് പോലെ ആസ്വാദ്യകരവും, പരിണാമേ അന്ത്യത്തിൽ അഥവാ ക്രമേണ, വിഷമിവ വിഷം പോലെ ദുഃഖകരവും ആയിരിക്കുന്നുവോ, തത് സുഖം ആ സുഖം, രാജസം സ്മൃതം രാജസികം എന്ന് ഗണിക്കപ്പെടുന്നു. വിഷയങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും പരസ്പര ചേർച്ച മൂലം ഏതൊരു സുഖം തുടക്കത്തിൽ അമൃതപോലെ ആസ്വാദ്യകരവും എന്നാൽ ക്രമേണ അന്ത്യത്തിൽ വിഷം പോലെ ദുഃഖകരവും ആയിത്തീരുന്നുവോ, ആ സുഖം രാജസികമായ സുഖമായി കരുതപ്പെടുന്നു. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ചേരുമ്പോൾ ഉണ്ടാകുന്ന സുഖം തുടക്കത്തിൽ അമൃതതുല്യമായി തോന്നുമെങ്കിലും ഒടുവിൽ വിഷതുല്യമായി അനുഭവപ്പെടും, ദുഃഖകരമായി അനുഭവപ്പെടും. ഈ സുഖം രാജസം എന്ന് പറയണം അഥവാ പറയപ്പെടുന്നു. രൂപ, രസ, ശബ്ദ, സ്പർശ, ഗന്ധാദികളായ വിഷയങ്ങളും കണ്ണ്, നാക്ക്, ചെവി, ത്വക്ക്, മൂക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങളും തമ്മിൽ ആകർഷിക്കപ്പെടുകയും ചേരുകയും ചെയ്യുന്നതാണ് ഇന്ദ്രിയസുഖങ്ങൾ അഥവാ വിഷയസുഖങ്ങൾ. നല്ല ഒരു കാഴ്ച കാണുമ്പോൾ ആ കാഴ്ചയും കണ്ണും തമ്മിൽ ചേരുന്നു, ആകർഷിക്കപ്പെടുന്നു. നല്ല പാട്ട് അല്ലെങ്കിൽ ശബ്ദം കേൾക്കുമ്പോൾ ആ ചെവിയും ആ ശബ്ദവുമായി ഒത്തുചേരുന്നു. അതുപോലെ നല്ല സുഗന്ധം ഉണ്ടാകുമ്പോൾ മൂക്കും ആ ഗന്ധവുമായി കൂടിച്ചേരുന്നു. അതുപോലെ മൃദുവായ സ്പർശം അനുഭവപ്പെടുമ്പോൾ ത്വക്കും ആ സ്പർശവും തമ്മിൽ കൂടിച്ചേരുന്നു, ആകർഷിക്കപ്പെടുന്നു. അങ്ങനെ ലഭിക്കുന്ന സുഖങ്ങളെയാണ് കണ്ണിനും നാക്കിനും ചെവിക്കും മൂക്കിനും ത്വക്കിനുമെല്ലാം ലഭിക്കുന്ന ആ സുഖതയാണ് ഇന്ദ്രിയ സുഖങ്ങൾ അഥവാ വിഷയസുഖങ്ങൾ എന്ന് പറയുന്നത്. ഇവ തുടക്കത്തിൽ സന്തോഷദായകങ്ങളായി അനുഭവപ്പെടും. എന്നാൽ വൈകാതെ അവ മടുക്കുകയും ദുഃഖകാരണങ്ങളായി തീരുന്നതും കാണാം. ഈ സുഖം രാജസികമായ സുഖം എന്ന് പറയപ്പെടുന്നു. മനുഷ്യബന്ധങ്ങളിലും ഭൗതിക വസ്തുക്കളോടുള്ള തൃഷ്ണയിലും ഈ സുഖമാണ് അനുഭവപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഉദാഹരണം പറഞ്ഞ പോലെ ലഡുവിൻ്റെ ഉദാഹരണം പറഞ്ഞല്ലോ. ഒന്നാമത്തെ ലഡു അത്യന്തം ആസ്വാദ്യകരമായി അനുഭവപ്പെടുന്നു. 2, 3, 4 ഇങ്ങനെ തുടർച്ചയായി കഴിച്ചുകൊണ്ടിരുന്നാൽ അവസാനം അത് കയ്പായിത്തീരുന്നു, അതിനോട് വെറുപ്പായിത്തീരുന്നു. ഇതാണ് ഈ ഭൗതിക സുഖത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സുഖം എന്നുള്ളത് വസ്തുവിലല്ല, മനസ്സിലാണ്, ചിന്തയിലാണ്, ബുദ്ധിയിലാണ് ഈ സുഖം ഉണ്ടാകേണ്ടത്. അത് ഈ ഭൗതിക വസ്തുക്കളിൽ നിന്നും ആ സന്തോഷം, സുഖം ലഭിക്കുകയില്ല. തുടക്കത്തിൽ സുഖമെന്ന് തോന്നുന്ന ഭൗതിക സുഖം തുടർച്ചയായി ലഭിക്കുമ്പോൾ മടുക്കുകയും ക്രമേണ ദുഃഖകരമായി തീരുകയും ചെയ്യുന്നു. അത്തരം സുഖത്തെ രാജസീകമായ സുഖം
എന്ന് വിളിക്കണം. ഇതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.